അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഒരുങ്ങി കെട്ടി പട്ടിഷോയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകാനാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ തട്ടേപ്പേച്ചിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുതിരയൊക്കെ വരാൻ കുറേ താമസിക്കും. നമ്മൾ ചെന്നത് കുറച്ച് നേരത്തെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒന്നാം കരയിൽ കുതിര വന്നു. അപ്പോൾ ആ കുതിരയുടെ കൂടെ 2 കരടിക്കുട്ടന്മാരുണ്ടായിരുന്നു. അവരുടെ കളിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ അവരുടെ കൂടെ കുറേ കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് രാത്രി ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അവരുടെ പിന്നെ ഓരോ ഡാൻസും കാര്യങ്ങളുമൊക്കെ അവരുടെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാനേ തോന്നും. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് കുറേ നേരം നിന്ന് അവരുടെ കൂടെ ശിവനും ഭദ്രകാളിയും മറ്റേ ഹനുമാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പിള്ളേർക്കെന്നല്ല വലിയവർക്കും ഇഷ്ടപ്പെടും അതൊക്കെ. പിന്നെ അതൊക്കെ കണ്ടിങ്ങനെ നിന്നപ്പോൾ തന്നെ നമ്മുടെ കുതിരയാണെങ്കിൽ ആദ്യം നമ്മുടെ കലാരൂപങ്ങളൊക്കെ ആയിരുന്നു ഫ്രണ്ടിൽ വന്നത്. പിന്നെ നമ്മുടെ കുതിരയാണെങ്കിൽ വന്നപ്പം കുതിര എല്ലാ വട്ടം കണ്ടത്തിലിറക്കുന്നത്. അപ്പോൾ ഈ വട്ടം ചെയറായതുകൊണ്ട് കണ്ടത്തിലൊന്നും കുതിര ഇറക്കിയില്ല. അപ്പോൾ കുതിരയെ കണ്ടത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയൊക്കെ കണ്ടത്തിലോട്ട് ഇറങ്ങി വരും. അങ്ങനെ ദേവി ഇറങ്ങി കണ്ടത്തിലോട്ട് വന്ന് പിന്നെ അപ്പം തന്നെ നമ്മുടെ തേരും വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നെ അടുത്ത കുതിര വന്ന് അങ്ങനെ അതും കയറി. അതിൻ്റെ കൂടെ ഒരു ശിവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശിവനാണ് ഇങ്ങനെ വന്ന് പിള്ളേരെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ അവരുടെ കൂടെ അമ്മയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അവരുടെ കൂടെയും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒലക്ക ഡാൻസൊക്കെ ഇല്ലേ, ആ ഒലക്ക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, കണ്ടു നിൽക്കാൻ തോന്നും. പിന്നെ അവരുടെ കൂടെ ഒരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു, അതും കൊള്ളായിരുന്നു. അപ്പോഴത്തേക്കും അടുത്ത കുതിര എത്തി. അതിൻ്റെ കൂടെ കുറേ കലാരൂപങ്ങളുണ്ടായിരുന്നു. അവരുടെ ഇതെല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാൻ. കാരണം നല്ല ലൈറ്റും നമ്മൾ രാത്രി ആയതുകൊണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ ഉള്ളതായിരുന്നു. പിന്നെ എൻ്റെ കെട്ടിയവൻ്റെ നാട്ടിൽ നിന്നൊരു ആന ഉണ്ടായിരുന്നു, ഫ്ലോട്ട്. അതിൻ്റെ പേര് തഴവ ശബരീശൻ എന്നായിരുന്നു. അപ്പോൾ അതും കൊള്ളായിരുന്നു. പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മൻകൂടവും കലാരൂപങ്ങളൊക്കെ. അവരുടെയും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ അതും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിനോസർ വന്നു. ഡിനോസറാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭയങ്കര ഉയരത്തിലൊക്കെ കൊള്ളായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അതും. പിന്നെ ആ കുതിരയും വന്ന് പിന്നെ ലാസ്റ്റ് നമ്മുടെ കുതിരയായിരുന്നു വന്നത്. അപ്പോൾ നമ്മുടെ അമ്മൻകൂടവും ഒക്കെ ആദ്യം ഇങ്ങനെ വന്ന് നമ്മുടെ കലാരൂപങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ വീഡിയോയിൽ. നമ്മുടെ കലാരൂപങ്ങളെല്ലാം രാത്രി ലൈറ്റ് ഇടുമ്പോഴേ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം രാത്രി ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. അങ്ങനെ നമ്മുടെ കുതിരയും കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വന്ന വഴിക്ക് കടല മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങണമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊരെണ്ണം വാങ്ങി. ഞങ്ങളത് കഴിച്ചത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഓരോ ഐസ്ക്രീം, 3 പേരും ഒരേ ഫ്ലേവർ തന്നെ നമ്മുടെ കരിക്കാണ് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നടന്നാണ് വന്നത്. അതിൻ്റെ ക്ഷീണത്തിലൊരു തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും രാവിലെ തന്നെ വീട്ടിലോട്ട് പോകണം. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.